മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശുദ്ധാത്മാവ് ഏത് രീതിയിലാണ് ജനറലി മനുഷ്യരിലും ലോകത്തിലും പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ഒന്ന്, അത് ക്രിയേഷനിലും അതുപോലെ പരിപാലനത്തിലും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ് നമ്മൾ പഠിച്ചു. രണ്ടാമത് ദൈവവചനം ഇൻസ്പയർ ചെയ്യുകയും അത് മനുഷ്യരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അത് എഴുതാനും അതുപോലെ അത് നമ്മളിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്ന പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു. അത് യേശുക്രിസ്തുവിനെക്കുറിച്ച് വിറ്റ്നസ് ചെയ്ത പരിശുദ്ധാത്മാവാണ്. നാലാമത് നമ്മളെ കൺവിക്റ്റ് ചെയ്യുന്നു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ കൺവിക്റ്റ് ചെയ്യുന്ന പരിശുദ്ധാത്മാവാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇതിനോട് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, റെവലേഷനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ. ഞാൻ പല സമയങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചു, ദൈവവചനം പഠിച്ച സമയത്തൊക്കെ സംസാരിച്ചു. പഴയ നിയമങ്ങളിലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്ന സ്വപ്നങ്ങളിൽ കൂടി വെളിപ്പെടുത്തിയിരുന്നു. പണ്ടൊക്കെ ഫറവോൻ രാജാവ് സ്വപ്നം കണ്ടു, ഫറവോന് അതുപോലെ അന്നത്തെ രാജാക്കന്മാർക്ക് സ്വപ്നത്തിൽ കൂടിയൊക്കെ ദൈവം വെളിപ്പെടുത്തിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ദർശനങ്ങൾ കൂടി പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളായിരുന്നു നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അത് കഴിഞ്ഞ് യേശുക്രിസ്തു പോയി കഴിഞ്ഞിട്ട് ആണ് ദൈവത്തിൻ്റെ വചനമൊക്കെ എഴുതപ്പെട്ടത്. ദൈവത്തിൻ്റെ വചനം എഴുതപ്പെട്ട് നമുക്ക് കയ്യിൽ കിട്ടിയപ്പോഴേ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എഴുതിയ യേശുക്രിസ്തു പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള വചനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴേ റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സ് അത് മാത്രം മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ഉണ്ട്. എന്നാൽ അതിനപ്പുറമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പരിശുദ്ധാത്മാവ് എന്നും നമ്മളോട് കൂടെ നിൽക്കാനുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നടക്കേണ്ടുന്ന വഴിയൊക്കെ കാണിച്ചു തരും, നിങ്ങൾക്ക് ഉപദേശങ്ങളെല്ലാം വേണ്ട രീതിയിൽ ചെയ്തു തരും. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതെല്ലാം ഉണ്ട്, ഇറ്റ് ഈസ് ദെയർ. എന്നാൽ അതിനപ്പുറമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് റിവീൽ ചെയ്യപ്പെടുന്നുണ്ട് പരിശുദ്ധാത്മാവ്. നേരത്തെ പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആഴങ്ങളിൽ അന്വേഷിച്ച് ചില കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നു. അതെങ്ങനെയാണ് മനസ്സിലാകുന്നത് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ പല സാഹചര്യങ്ങൾ പല രീതിയിലുള്ള റെവലേഷൻ ആ വാക്യത്തിൽ നമുക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പുതിയ തിയറി ആ വാക്യത്തെക്കുറിച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ദൈവവചനത്തോട് തിരുത്തപ്പെടാനോ കൂട്ടപ്പെടാനോ ഒന്നും പറ്റില്ല. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ലൈഫിൽ അത് പരിശുദ്ധാത്മാവ് ഇൻട്രാക്ട് ചെയ്ത് നമ്മളെ കാണിച്ചു തന്നു എന്നുള്ളതാണ് സത്യം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എഴുതപ്പെട്ട വചനം ഇപ്പോഴുള്ളപ്പോൾ ഈ ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ പ്രസക്തി നമുക്ക് നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ചിലപ്പം അത് എഡിഫൈ ചെയ്തേക്കാം. വേറൊരാൾക്ക് അതൊരു എഡിഫിക്കേഷനായിട്ട് നമുക്കൊരു ജനറൽ റൂൾ ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. ഒന്നുകൂടെ ഞാനത് എടുത്തു പറയാം. ഈ എഴുതപ്പെട്ട വചനം നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നതിനാൽ ദർശനങ്ങളും അതുപോലെ സ്വപ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എഡിഫൈ ചെയ്യാനായിട്ട് ദൈവം തന്നേക്കാം, നമ്മൾ ദൈവത്തിൽ ഉറപ്പിക്കാനായിട്ടും ദൈവത്തിൻ്റെ വഴിയിൽ നടത്താനായിട്ടും. എന്നാൽ അതൊരു കോമൺ റൂളാക്കി കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല. ഇപ്പം അതിന് ഒരു എക്സാമ്പിൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഇത് ആരെയും പ്രയാസപ്പെടുത്താനൊന്നുമല്ല, ഉദാഹരണത്തിന് പറയുന്നത്. ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ, ഒരു വിശ്വാസി, അയാൾ മരുന്ന് ഉപയോഗിക്കത്തില്ല എന്ന് തീരുമാനിച്ചു. ദൈവം തന്നെ തീരുമാനിച്ചു. അയാൾ സ്ട്രോങ് ഫെയ്ത്താണ്, അത് തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ഒരു പാമ്പ് കടിച്ചപ്പോഴേ അദ്ദേഹം പ്രാർത്ഥിച്ചു, സൗഖ്യമായി. അദ്ദേഹം ആശുപത്രിയിലൊന്നും പോയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരുന്നു. അദ്ദേഹത്തിന് അസുഖങ്ങളൊന്നും വരുന്നില്ല, പാമ്പ് കടിച്ചു, അത് സൗഖ്യമായി എന്നൊക്കെയുള്ളത് സത്യമാണ്. എന്നാൽ അതൊരു തിയറിയാക്കി പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ബിബ്ലിക്കൽ പ്രകാരം രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് യേശുക്രിസ്തു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്കതൊരു തിയറി ആക്കാനായിട്ട് പറ്റത്തില്ല. എനിക്ക് സൗഖ്യം വന്നു അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യണം എന്നൊരു തിയറി ആക്കാനായിട്ട് പറ്റുകയില്ല. അതുപോലെയാണ് ഈ റിവീൽ ചെയ്യപ്പെട്ട കാര്യങ്ങളെല്ലാം വചനത്തിലുണ്ട്. വചനത്തിനപ്പുറമായിട്ടൊരു കാര്യം നിങ്ങൾക്ക് റിവീൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള എഡിഫിക്കേഷന് വേണ്ടി, ഉറപ്പിക്കുന്നതിന് വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഒരു ജനറൽ പോളിസിയാക്കി അത് നമ്മൾ പ്രചരിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ടോ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഓരോരുത്തർക്കും അത് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും വരുന്നത് എന്നുള്ളത്.
പൗലോസ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോഴേ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. ആത്മാവിൻ്റെ പ്രവർത്തനം ക്രിസ്തുവിൽ ഏത് രീതിയിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. നേരത്തെ പറഞ്ഞ മുഖവരെയാണ് ആത്മാവിൻ്റെ പ്രവർത്തനം ക്രിസ്തുവിൽ ഏത് രീതിയിലായിരുന്നു എന്ന്. ലൂക്കോസ് 1:35 യേശു ക്രിസ്തുവിൻ്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിനാലായിരുന്നു. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവിടെ തന്നെ പരിശുദ്ധാത്മാവ് കന്യകാ ജനനത്തിലെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. രണ്ടാമത് അവൻ്റെ ജീവിതത്തിൽ എടുക്കുമ്പോൾ അവനെ അനോയിൻറ്റ് ചെയ്ത പരിശുദ്ധാത്മാവാണ്, അവനെ അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവാണ്. ലൂക്കോസ് 4:18 ലൂക്കോസ് 4:18 വാക്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തു യെശയ്യാപ്രവചനത്തിലുള്ള ഭാഗം എടുത്ത് ദേവാലയത്തിൽ വായിക്കുന്നതാണ്. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് വായിച്ചു. ആത്മാവ് അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 38 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോടുകൂടെ ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ച ഒക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. അതിന് അഭിഷേകം ചെയ്യുന്നൊരു ശുശ്രൂഷ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ചെയ്തു എന്നുള്ളത്. മൂന്നാമത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ആത്മാവിൻ്റെ പ്രവർത്തനം കാണുന്ന ഒരു വാക്യമാണ് ലൂക്കോസ് 4:1 വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിന് ശേഷം യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് പോകാനായിട്ട് യേശുക്രിസ്തു ഒരുങ്ങിയാണ്. അവിടെ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരനുഭവം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അടുത്തത് ആത്മാവിനാൽ, നേരത്തെ നമ്മൾ സംസാരിച്ച ആത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് സംസാരിച്ചല്ലോ, അതേ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആത്മാവിനാൽ നയിക്കപ്പെട്ടു എന്ന് പറഞ്ഞ വാക്യം അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് കാണാം, ആത്മാവിനാൽ നയിക്കപ്പെട്ടു, മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. അപ്പോഴേ ആത്മാവിനാൽ യേശുക്രിസ്തു നിറയപ്പെട്ടു, ആത്മാവിനാൽ നയിക്കപ്പെട്ടു. ഇനിയും ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടു. മത്തായി 12:28 വാക്യത്തിൽ ദൈവാത്മാവിനാൽ താൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ, അതായത് ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ഇതേ കാര്യം ആദ്യം പറഞ്ഞിരുന്നു, അഭിഷേകത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. ലൂക്കോസ് 4:18 ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ വീര്യപ്രവർത്തികളും ബദ്ധന്മാരെ വിടുവിക്കുന്നതും കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ അവിടെ വന്നിരുന്നു. ആത്മാവിൻ്റെ ശക്തി, അതിന് അവൻ്റെ ജീവിതത്തിൽ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടതായിട്ട് കാണുന്നു. അടുത്തത് അവൻ്റെ മരണത്തിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അവൻ്റെ മരണത്തിൽ എബ്രായർ 9-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. നിത്യാത്മാവ് എന്ന് പറഞ്ഞ ഒരു വാക്യം അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് മരണത്തിന് അവനെ ഏൽപ്പിച്ചത് അത് ആ വലിയ മിഷനായിരുന്നു, യേശുവിൻ്റെ വലിയ മിഷനായിരുന്നു. അത് ദൈവത്തിൻ്റെ ആത്മാവ് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, ജഡ സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോട് നിർണ്ണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ. സോ അവൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അവൻ്റെ പുനരുത്ഥാനത്തിലും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. 1 പത്രോസ് വാക്യം, പെട്ടെന്ന് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം നിങ്ങൾ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. 1 പത്രോസ് 3:18 ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവും
നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ച് ജഡത്താൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവ് പുനരുത്ഥാനത്തിലും ഉണ്ടായിരുന്നു. അപ്പോഴേ കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണാൻ പറ്റുന്നു ഈ 7 തലത്തിൽ കർത്താവിൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തനം ഞാനിവിടെ പറയുകയായിരുന്നു. ഒന്ന്, കന്യകാ ജനനത്തിൽ അവൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു അവൻ്റെ ജനനത്തിൽ. പിന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴേ അവൻ്റെ അഭിഷേകം ചെയ്ത സ്നാനം കഴിഞ്ഞ് അഭിഷേകം ചെയ്തെടുത്ത് അവിടെ വന്നിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വന്നിരുന്നു, പ്രവർത്തിച്ച കാണാം. പിന്നെ അവൻ അവൻ ആത്മാവിനാൽ നിറയപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്, അവന് ആത്മാവിനാൽ നയിക്കപ്പെട്ടതായി കാണുന്നുണ്ട്, അവൻ ശക്തീകരിക്കപ്പെട്ടതായി കാണുന്നുണ്ട്, അവൻ്റെ മരണത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ ആത്മാവ് പ്രവർത്തിച്ച്, അവൻ്റെ പുനരുത്ഥാനത്തിൽ അവൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. ഈ 7 രീതിയിൽ അല്ലാതെയും പല ഇൻസിഡൻസിലും ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിനോടൊപ്പം എപ്പോഴുമായിരുന്നല്ലോ. അവൻ്റെ പ്രവർത്തനം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. യേശുവിൻ്റെ പ്രവർത്തനത്തിലെല്ലാം തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അവനോടുകൂടെ ചേർന്ന് പ്രവർത്തിച്ചു എന്ന് നമ്മൾ കാണുന്നു. എന്താണിത് പറയാനുള്ള കാര്യം? ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, യേശുവുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ സമയങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ട്രയൂൺ യൂണിറ്റി. ആ 3 തമ്മിലുള്ള സാരാംശത്തിലുള്ള യൂണിറ്റി അതാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എല്ലാ കാര്യങ്ങളും എല്ലാം അന്യോന്യം ചെയ്യുകയും അന്യോന്യം അറിയുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം യേശു പ്രവർത്തിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അപ്പോഴേ പിതാമഹൻ ദൈവത്തിൽ നിന്നായിരുന്നു അഡ്വൈസ് വന്നുകൊണ്ടിരുന്നത്. ഇത് 3ഉം ഒരേപോലെ തന്നെ ഒരുമിച്ച് ഒരു തെറ്റുമില്ലാതെ ഒരു യൂണിറ്റിയിൽ തന്നെ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. നമ്മുടെ റെലവൻസ് എന്താണ് ഇതിനകത്ത് എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോഴേ നമ്മുടെ ജീവിതത്തിലെ യേശുക്രിസ്തു നമ്മളെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ പരിശുദ്ധാത്മാവ് ഇതേ രീതിയിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതങ്ങൾ കൂടി ചെയ്തു തീർക്കാനായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതങ്ങളിൽ ആത്മാവിനാൽ നിറയപ്പെടണം, ആത്മാവിനുള്ള ശക്തീകരണം വരണം, നമ്മുടെ ജീവിതത്തിലെ ആത്മാവിനുള്ള അഭിഷേകം ആവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് ആത്മാവിൻ്റെ പ്രവർത്തനം ക്രിസ്തുവിലുള്ളതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം എന്നുള്ളതാണ് ഈ തരുണത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ. ഈ രീതിയിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ബലപ്പെടുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യണം. ശരിക്കും നാളെ അടുത്ത സെഷനിൽ പരിശുദ്ധാത്മാവ് ഏത് രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, വിശ്വാസികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതൊക്കെ കുറച്ചും കൂടി നമുക്ക് ബിലീവേഴ്സായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും പരീക്ഷകൾ അതിജീവിക്കുകയും അതുപോലെ ഈ ലോകത്തിൽ ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ വിശുദ്ധിയോട് ജീവിക്കാം, എങ്ങനെ ടെംപ്റ്റേഷനൊക്കെ ഫേസ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കാം, എങ്ങനെ അഡിക്ഷനിൽ നിന്നൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടെടുക്കും, വിടുതൽ തരും എന്നുള്ളതൊക്കെ നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് നിങ്ങൾ വാച്ച് ചെയ്യണം. അതുപോലെ ഇതൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്, അല്ലാതെ അതിനപ്പുറമായിട്ടൊന്നും ഞങ്ങൾ പ്രീച്ച് ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള കാര്യമാണ്. അത് നമ്മളെ തീർച്ചയായും നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി നമുക്ക് വേണ്ടതായിട്ടുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ ഉയർത്തുന്ന ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അതുകൊണ്ട് ഇത് നമ്മൾ ഈ ലിങ്കുകളൊക്കെ അയച്ചു കൊടുത്ത് മറ്റുള്ളവരോട് ഇത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ റിക്വസ്റ്റ് ചെയ്യുക. ഈ തരുണത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ ഇരുന്ന് ബൈബിൾ പഠിക്കുകയോ അല്ലെങ്കിൽ ദൈവവചനം വായിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്കഷൻ പോയിന്റിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കഷനകത്ത് ഇട്ടാൽ അതിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പുറത്തു വരും. അതിൽ നിന്ന് അവർ കുറച്ചുകൂടെ ക്ലിയർ ആകാനായിട്ട്, ക്ലാരിറ്റി അവർക്ക് കിട്ടാനായിട്ട് അത് സാധ്യമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് ഈ സമയം ഒരുക്കി തന്ന ഓർത്ത് സ്തോത്രം. നിൻ്റെ വചനം കേട്ടവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിന് വരുത്തുന്ന കാര്യം, ജനറലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവ് ഏത് രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം ഞങ്ങളെ ചിന്തിച്ചല്ലോ ദൈവമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നാളിൽ പരിശുദ്ധാത്മാവ് ഒരുപാട്
വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഓർത്ത് സ്തോത്രം. ആ ചേഞ്ചസ് ഞങ്ങളുടെ ജീവിതങ്ങൾ പ്രകടമായി കാണുവാനായിട്ട് ഇത് കർത്താവെ കാണുന്നവർക്ക് എല്ലാം ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവെ നീ കൂടെ ഇരുന്ന് സഹായിക്കണമേ. നിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് തുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ, പ്രയാസങ്ങളിലിരിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ ആശ്വാസം കൊടുക്കണമേ. പ്രത്യേകിച്ച് മനസ്സിൻ്റെ കർത്താവെ പ്രയാസങ്ങളിലിരിക്കുന്ന, മാനസിക വ്യഥകളിലിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേർപാട് ദുഃഖത്തിൽ ആയിരിക്കുന്ന കുടുംബങ്ങൾ പ്രത്യേകിച്ച് ഇത് കാണുന്നുണ്ട്. അവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആശ്വാസം കൊടുക്കണമേ, നിൻ്റെ സഹായം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ നല്ലവനായി വിശ്വസ്തനായി അവരുടെ ജീവിതങ്ങളിൽ ഇരിക്കണമേ. നിൻ്റെ ചില പർട്ടിക്കുലർ പർപ്പസിലാണ് കർത്താവെ അവിടെയൊക്കെ ജീവിതത്തിൽ ചില അനിഷ്ട കാര്യങ്ങൾ സംഭവിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അതിൽ കൂടിയൊക്കെ നീ വലിയ കരുണ കാണിക്കുകയും നീ അവരെ ഉദ്ധരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇത് കേട്ടവരെല്ലാം നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇത് കാണണം, ഇത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്യണം. എല്ലാവർക്കും, ഇത് കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.